മധുരം മാംഗല്യം 5 ഈ പാർട്ട് റീപോസ്റ്റാണ് കേട്ടോ. ഞാൻ 5ാമത്തെ ഭാഗം എനിക്ക് എടുത്ത് കളയേണ്ടി വന്നു, ചെറിയൊരു പ്രശ്നം കാരണം. അത് തിരുത്തി എഴുതിയതാണിത്. അപ്പോൾ എല്ലാവരും വായിച്ച് സപ്പോർട്ട് ചെയ്യണേ. ചെറിയൊരു ക്ഷമയും ചോദിക്കുന്നു. എല്ലാവരുടെയും നടുക്ക് ചെറിയ പ്ലേറ്റിലിരിക്കുന്ന മിച്ചറിലേക്കും അച്ചാറിലേക്കും രൂക്ഷമായി നോക്കി മഹ. എടാ വൃത്തികെട്ടവന്മാരെ, ഇതാണ് നിൻ്റെയൊക്കെ ബീഫുരത്തിയത്? പറയുന്നതിനൊപ്പം ഇരു കൈ ഉയർത്തി കാർത്തിയുടെ നെഞ്ചിലായി തള്ളി. അവൻ 2 കൈ കുത്തി നിലത്ത് വീണു. കാർത്തി ഉറക്കെ പൊട്ടിച്ചിരിച്ചു, കൂടെ മാനവും. അയ്യോ ചിരിക്കല്ലേ, ദേവേട്ടൻ എങ്ങാനും കണ്ടുകൊണ്ട് വന്നാൽ എന്നെ ഭിത്തിയിൽ തേക്കും. അല്ലു കാർത്തിയുടെ ദേഹത്തേക്ക് ചാടിക്കയറി അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. നീയും ഉണ്ടോളെ കുരിപ്പേ, നിനക്ക് പ്രായപൂർത്തിയായോ? മഹാവൻ ഷട്ടിപ്പിടിച്ച് വലിച്ച് താഴെയിട്ട് ചോദിച്ചു. പിന്നെ ഞാൻ വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് പെങ്ങളുട്ടി അറിഞ്ഞില്ലേ? ശിവ ഒഴിച്ചു വെച്ച ഗ്ലാസ്സിൽ ലിക്കർ വായിലേക്ക് കമഴ്ത്തിക്കൊണ്ടാണ് അവൻ പറയുന്നത്. അയ്യടാ ശിവേട്ടാ, എനിക്കെന്താ? മഹാ എഴുന്നേറ്റ് പോയേ, നീ ഇത് കുടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ശിവ അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കാർത്തിയുടെ കയ്യിൽ കോർത്ത് ബലം പിടിച്ച് നിന്നതേ ഉള്ളൂ അവളും. എൻ്റെ ശിവ, അവൾ കുടിക്കട്ടെ, നമ്മുടെ കൂടെയല്ലേ, ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കൂടാറുണ്ടടാ. കാർത്തി പറഞ്ഞതും ദഹിപ്പിച്ചൊരു നോട്ടമായിരുന്നു ഉത്തരം. ഇവൾ ആൺകുട്ടിയല്ല, പെണ്ണാണ്. ആ ഓർമ്മ വേണം എല്ലാവർക്കും. നമ്മൾക്കിടയിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? നവീൻ അവളെ വട്ടം കെട്ടിപ്പിടിച്ച് പറഞ്ഞു. ഇവൻ നമ്മുടെ കിലുക്കാമ്പട്ടിയല്ലേടാ, നമ്മുടെ ഗുണ്ടൂസ്. അവളുടെ കവിളിൽ പിടിച്ച് വലിച്ചു അവൻ. ഒന്ന് വിട്ടേ, അല്ലേ തന്നെ കവിളാണ്. അപ്പോഴാണ് പിന്നെ ശിവേട്ടാ, എനിക്ക് കുറച്ച് നേരം മുമ്പ് പറഞ്ഞ ഡയലോഗ് അത്ര ഇഷ്ടമില്ല കേട്ടോ. പെൺകുട്ടിയാണ്, അത് ചെയ്തുകൂടാ, ഇത് ചെയ്തുകൂടാ, നാളെ ഒരു വീട്ടിൽ പോകേണ്ടതാണ്, അപ്പടിയാണ് ഇപ്പടിയാണ്. എനിക്ക് ഇമ്മാതിരി ഡയലോഗ് ഇഷ്ടമില്ല പറയുകയും അടുത്തിരുന്ന കൂൾ ഡ്രിങ്ക്സ് കുപ്പി വായിലേക്ക് കമഴ്ത്തി ചെയ്ത് ഒരുമിച്ചായിരുന്നു. എന്നിട്ട് നടുക്കോട്ടായി വെച്ചു. എനിക്കെന്തായാലും ഒന്ന് വേണം. ഈ മഹായെ പറഞ്ഞ് പറ്റിക്കാമെന്ന് കരുതണ്ട, എനിക്ക് ധൈര്യത്തിനാണ്. കൊടുക്ക് ശിവേട്ട, അവൾ വന്നതല്ലേ. മാനവ് കൂടി പറഞ്ഞതും കൂർപ്പ് ചെന്ന് നോക്കിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് അവൾക്ക് നേരെ നീട്ടി. ചിരിയോടെ മേടിച്ച് വായിലേക്ക് ഒഴിച്ചു. കുറച്ച് മിച്ചർ കൂടി വായിലേക്കിട്ട് ചവച്ചെഴുന്നേറ്റു. എന്നാൽ ശരി, സമയം പോയി, ടാറ്റാ ഉമ്മ. ഉള്ളം കൈ ഉമ്മ വെച്ച് എല്ലാവർക്കും നേരെ എറിഞ്ഞു. പിന്തിരിഞ്ഞു പോകുന്നവടി മാത്രമായിരുന്നു ശിവയുടെ കണ്ണുകൾ ആ നിമിഷം അത്രയും. വല്ലാത്തൊരു പെണ്ണാണ് മഹ. എന്ത് മുഖത്ത് നോക്കി സംസാരിക്കും, മുമ്പിൽ ആരാണെന്ന് പറഞ്ഞ് നോക്കില്ല. വല്ലാത്തൊരു ധൈര്യമുള്ള കുട്ടി. അവളുടെ ഇഷ്ടങ്ങളിലൂടെ മാത്രമേ അവൾ ജീവിക്കുകയുള്ളൂ. ഇവളെ കെട്ടുന്നവൻ്റെ ഭാഗ്യം. കൂടെ അടിക്കാൻ വെളിയിൽ നിന്ന് ആളെ നോക്കണ്ട. വീട്ടിലിരുന്ന് കെട്ടിയവനും കെട്ടിയവൾക്കും അടിക്കാം, പാട്ട് പാടാം, മടി കൂടാം. കാർത്തി ചിരിയോടെ പറയുമ്പോൾ ശിവയുടെ ചുണ്ടിൽ ആർക്കും വേർതിരിച്ചറിയാൻ കഴിയാത്ത പ്രണയം നിറച്ചൊരു മനോഹരമായ ചിരിയുണ്ടായിരുന്നു. ഞാൻ ഇവളെ അങ്ങ് കെട്ടിയാലോ എന്നാണ് നവീൻ തൻ്റെ അലസമായ താടി ഒഴിഞ്ഞ് പറയുമ്പോൾ ശിവയുടെ നെഞ്ചിലൂടെ ഒരു മിന്നപ്പിണർ പാഞ്ഞുപോയി. അയ്യടാ, അവൻ്റെ ഒരു ആഗ്രഹം. മുറപ്പെണ്ണെ കെട്ടാൻ നടക്കുന്നു. അവൾ നമ്മുടെ പെങ്ങളാണ്, നമ്മുടെ അനിയത്തിക്കുട്ടി. കാർത്തി പറഞ്ഞു നിർത്തുമ്പോൾ വല്ലാത്തൊരു ഉൾക്കുത്തുണ്ടായി ശിവയ്ക്ക്. പെങ്ങളായി കരുതേണ്ടവളെയാണ് താൻ പ്രണയിച്ചത്. ഈ സമയം മഹ പടികൾ ചാടിയിറങ്ങി പാട്ട് പാടിക്കൊണ്ട് മുൻപോട്ട് നടക്കുമ്പോൾ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോകുന്ന നിഴൽ രൂപത്തെ അവൾ തിരിച്ചറിഞ്ഞു. അലറി വിളിക്കാൻ തുടങ്ങിയ മഹ സ്വന്തം വായ പൊത്തിപ്പോയി. ചേട്ടാ, മുറിയെ ലക്ഷ്യമാക്കി പാഞ്ഞു. വാതിൽക്കൽ നിൽക്കുകയായിരുന്നു സച്ചിയുടെ പുറന്തോളിൽ കൈവച്ച നിമിഷം തന്നെ ഉള്ള ബലം മുഴുവൻ എടുത്ത് തള്ളിയിരുന്നു അവൾ. പ്രതീക്ഷിക്കാത്ത ഒന്നായതുകൊണ്ട് തന്നെ മുൻപോട്ട് വീണുപോയിരുന്നു സച്ചിയും. പെട്ടെന്ന് പിന്തിരിഞ്ഞ് ഡോർ കുറ്റിയിട്ട് എനിക്ക് കൈ കുത്തി നിരത്ത് വീണ് കിടക്കുന്നവൻ നോക്കിയവൾ ഭിത്തിയിലേക്ക് കൈ നീട്ടി വെട്ടവും വിട്ടു മഹ. അപ്പോഴേക്ക് സച്ചി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് കുതിച്ചു വന്നു. നിനക്ക് എന്തിൻ്റെ സുഖേടാടി? പറയുന്നതിനൊപ്പം കൈ നീട്ടി അവളെ പിടിച്ചു അടച്ചിട്ട് വാതിൽ ചേർത്ത് നിർത്തി. തൻ്റെ മുമ്പിൽ നിൽക്കുന്നവളോട് ആ സമയം സച്ചിക്ക് തോന്നി പക മാത്രമായിരുന്നു. അപ്പോഴാണ് മഹ കട്ടിലിൽ നോക്കുന്നത്. അവിടെ കിടന്ന താരയെ കാണാതെ വന്നതും അവളുടെ കണ്ണൊന്നും വീഴിഞ്ഞു. ചേച്ചി എന്തിയേ? അതാ നിന്നോടും എനിക്ക് ചോദിക്കാനാണ്, എവിടെയേടി താര? പറയുകയും കൈബലമേറി അവൻ്റെ ഉരുക്കുപോലുള്ള കൈക്കുള്ളിൽ കിടന്ന് മഹയുടെ ഉടൽ പൊള്ളി. വിടടാ എന്നെ, അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഉലച്ചു മഹ. അവൻ വിടുന്നില്ല എന്ന് മനസ്സിലായതും കൈ നീണ്ടു ചെന്ന് മേശയിലിരുന്നൊരു ബുക്കെടുത്ത് അവൻ നേരെ എറിഞ്ഞു. അവിടെ കരുത്തിൽ നിന്ന് കൈ വെട്ടിച്ചു പോയതും അവനെ വീണ്ടും തള്ളി മഹ. ഈ തവണ വീഴാതെ പിടിച്ചു നിൽക്കുന്ന കൂടെ അവളുടെ കൈ പിടിച്ച് വലിച്ചെറിഞ്ഞതും സച്ചിയുടെ കൈയുടെ മുഖത്ത് കൊണ്ടിരുന്നു. ഹാവ്, കഥ തുറക്കടി. വാതിലിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നതും സച്ചിയുടെ കാലിൽ പിടിച്ചു വലിച്ചു. അവൻ വീഴാതെ പിടിച്ച് നിന്നുകൊണ്ട് മഹയെ ബലം പിടിച്ച് എഴുന്നേൽപ്പിച്ചു സച്ചി. അവളുടെ കൈത്തോടയിൽ അമർത്തിക്കൊണ്ട് ചുവരി ചേർത്ത് നിർത്തി. എന്താടി നിനക്ക്? എന്തിനു ഞങ്ങളുടെ ഇടയിൽ വരുന്നത്? പറയടി, എവിടെയാ താര? എനിക്കറിയില്ല. നീ എന്താ ചെയ്തേ? എങ്ങോട്ട് മാറ്റിയുള്ള വൃത്തികെട്ടവനെ എൻ്റെ ചേച്ചിയെ? എന്താടി വിളിച്ചേ?
ചോദിക്കുകയും തോളൊപ്പം കിടക്കുന്ന അവിടെ മുടിയിൽ പിടിച്ചു. അവൾ ബലത്തിൽ അവൻ്റെ കൈ തള്ളി മാറ്റിയതും സച്ചിയുടെ കൈ കൊണ്ടിട്ടിരുന്ന ലൂസ് ബനിയൻ്റെ കഴുത്ത് ഇറങ്ങി തൂങ്ങി അവിടെ നെഞ്ചിൻ ഭാഗം വെളിവായിരുന്നു. വിടടാ എന്നെ, അല്ലെങ്കിൽ ഞാൻ അലറി വിളിക്കും. എന്നാ നീ വിളിക്ക്. മര്യാദയ്ക്ക് പറഞ്ഞു. താര എവിടെ? എൻ്റെ ക്ഷമ നശിച്ചിരിക്കുമോ പെണ്ണേ നീ? ഇരു കൈ തോളി ബലമായി പിടിച്ചു ചുവലിലേക്ക് ഒന്നുകൂടി അമർത്തിയ സച്ചി അവളെ. അവൻ്റെ വിയർപ്പ് ചൂട് തിങ്ങിയ ശരീരം അമർന്ന് മഹയ്ക്ക് അറുപ്പ് തോന്നി. മഹ തുറക്കടി കഥക്, അല്ലെങ്കിൽ ചവിട്ടിപ്പൊളിക്കും. ദേവയുടെ ശബ്ദം കേട്ടതും രണ്ടുപേരുടെ നോട്ടം ഒരേപോലെ നേരെയുള്ള ജനലോരം ചെല്ലുമ്പോൾ ഉടലാകെ തളർന്നുപോയി മഹായുടെ. ദേവയോടൊപ്പം നിൽക്കുന്ന കുറേ മുഖങ്ങൾ, തങ്ങൾ സൂക്ഷിച്ചു നോക്കുന്ന കുറേ മുഖങ്ങൾ. കഥവ് തുറന്നതും ദേവയുടെ കരുത്താർന്ന കൈ അവളുടെ കവിളിൽ ആഞ്ഞു പതിയുമ്പോൾ ആ ശരീരം ഒന്ന് ഉലഞ്ഞു വേച്ചുപോയി. പുറകെ നിന്ന് സച്ചിയിലേക്ക് വീഴാൻ തുടങ്ങിയത് വാശിയോടെ കഥകി പിടിച്ച് ബലമായി നിന്ന് മഹ. എടി, ദേവി അവളെ പിടിച്ചു മാറ്റി. നിങ്ങളെന്തായി കാണിക്കുന്നേ? പറയുന്നത് കേൾക്കൂ. സച്ചി തടയാൻ ശ്രമിച്ചതും സച്ചിയെ ഉന്തി താഴെ ഇടുമ്പോൾ മിന്നായമ്പോൾ സച്ചി കണ്ടു മാലതിയുടെ പുറകിലായി നിൽക്കുന്ന താരയെ. രാത്രിയിൽ അവൾ ഇവളുടെ മുറിയിൽ കയറി വന്നുണ്ടാക്കാൻ നോക്കിയിട്ട് പ്രസംഗിക്കുന്നോടാ. ഒരിക്കൽ കൂടി ദേവ അവനെ അടിക്കുമ്പോൾ ആ കൈ പിടിച്ചു നിർത്തി. വൃത്തികേട് പറയരുത്. സച്ചിയുടെ മുഖം ആ സമയം കൊണ്ട് വലിഞ്ഞു മുടങ്ങി. നിനക്ക് വൃത്തികേട് കാണിക്കാം, എനിക്ക് പറയാൻ പറ്റില്ല അല്ലടാ. അല്ലെങ്കിൽ നിന്നെപ്പോലുള്ള ദരിദ്രവാസിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ല, ഇവിടെ നിന്നും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. അവൻ പുച്ഛത്തോടെ മുമ്പിൽ കിതച്ച് ദേഷ്യത്തോടെ നിൽക്കുന്നവളെ നോക്കി പറഞ്ഞു. വിജയൻ്റെ കൈ മുറുക്കെ പിടിച്ച് മുമ്പിൽ കാണുന്ന കാഴ്ചയെ വിശ്വസിക്കാനും കഴിയാതെ നിൽക്കുകയായിരുന്നു അനില. വിജയന് തൻ്റെ മുമ്പിൽ കാണുന്ന കാഴ്ചകൾ മറയുന്ന പോലെ തോന്നി. അപ്പോഴേക്കും ഒച്ചയും ബഹളവും കേട്ട് ടെറസിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നവർ ഓടി വന്നിരുന്നു. മുമ്പിൽ കാണുന്ന കാഴ്ചയിൽ പകച്ചു നിൽക്കുമ്പോൾ ശിവയുടെ കണ്ണുകൾ ഒരുവനിൽ മാത്രമായിരുന്നു. അവളുടെ പുറകെ നിൽക്കുന്ന സച്ചിയിൽ മാത്രം. എന്നാലും കൊള്ളാം, ആരുമില്ലാത്ത സമയം നോക്കി നീ മുറിയിൽ ഇവനെ വിളിച്ചു കൂട്ടിയിരിക്കുന്നു. കൊള്ളാം, പെൺപിള്ളേരായാൽ ഇങ്ങനെ വേണം. അല്ല, ഇത് ആണും പെണ്ണും കെട്ടതാണല്ലോ. രമ്യ മുമ്പോട്ട് വന്ന് കളിയാക്കി പറയുമ്പോൾ അവരെ രൂക്ഷമായി നോക്കി മഹ. ദേ ആൻറ്റി, ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. അവർക്ക് നേരെ വിരച്ചോണ്ടി ചെന്നവൾ. പറഞ്ഞാൽ നീ എന്ത് ചെയ്യും മടി? എന്നാൽ അതൊന്ന് കാണണമല്ലോ. അവർ വഴക്കിനെന്ന പോലെ അവളിലേക്ക് ചെന്നു. പറഞ്ഞു നോക്ക്, അപ്പോഴറിയാം. കൊമ്പ് കോർക്കുന്ന പോലെ ചെല്ലുമ്പോഴും ചെയ്യാത്ത തെറ്റിന് പഴികേട്ട് നിൽക്കുന്ന അവസ്ഥയെക്കാളും അവളെ വേദനിപ്പിച്ചത് അച്ഛൻ്റെയും അവളുടെയും അവസ്ഥ തന്നെയായിരുന്നു. എല്ലാം തളർന്നുള്ള ആ നിൽപ്പിലേക്ക് ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. എല്ലാം വിളിച്ചു പറഞ്ഞ് സത്യമൊക്കെ തനിക്ക് പറയാം. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായാൽ ആ നിമിഷം ഈ കല്യാണം മുടങ്ങും. എന്താണ് നിനക്ക് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അഹങ്കാരം പറയുന്നോടി? അവൾ വിളിച്ചു വരുത്തിയേക്കുന്നു അവനെ. ദേവ അവളുടെ കൈ പിടിച്ചൊന്ന് ഞെരിച്ചു വിടുമ്പോൾ മിഹായിയുടെ മിഴികൾ നിറഞ്ഞു. ദേവേട്ട, അനാവശ്യം പറയരുത്. ഞാനല്ല വിളിച്ചു വരുത്തിയത്. പിന്നെ ആരാ മഹ? കാർത്തി അവളുടെ കൈ പിടിച്ച് ചോദിച്ചു. അപ്പോഴവളുടെ നോട്ടം പോയ താരയിലായിരുന്നു. അവളുടെ വലിയ കണ്ണുകൾ ഭയം കൊണ്ടൊന്ന് വിളറി. തന്നെ മാത്രം സൂക്ഷിച്ചു നോക്കുന്ന ആ 4 ജോഡി കണ്ണുകളിൽ മാത്രമായിരുന്നു നോട്ടം. ദേവി അത് കാണുകയും ചെയ്തു. ഈ സമയം താൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുമെന്ന് ദേവയ്ക്ക് ആ നിമിഷം തോന്നി. സച്ചി എന്തിനാണ് വന്നതെന്നും ആരെ കാണാൻ വന്നതെന്നും തനിക്കറിയാം. പക്ഷെ അതിവിടെ ആരും അറിഞ്ഞുകൂടാ. അറിഞ്ഞാലും എന്താണ് ചെയ്യേണ്ടതെന്ന് തനിക്കറിയാം. വല്ലിച്ച, രണ്ടിനെയും കൈയോടെ കൂടിയ സ്ഥിതിക്ക് എന്തെങ്കിലും തീരുമാനമെടുത്തു. അല്ലെങ്കിൽ നാളെ താരയുടെ വിവാഹത്തെ പോലും അത് ബാധിക്കും. ദേവ തിരക്കിട്ട് പറയുമ്പോൾ കണ്ണടയെ ഒരു കൈ പിടിച്ചുകൊണ്ട് ചുവരിച്ചാരുന്നു വിജയൻ. ചെയ്യട്ടെ, നമ്മുടെ മോള് അവളിങ്ങനെ ചെയ്യില്ല. അനില കരച്ചിലോടെ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അവരെ പൊഞ്ഞു പിടിച്ച് നിന്നു അയാൾ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്നും തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അച്ഛൻ ഞാനൊന്നും. അവൾ പറയാനായി മുമ്പോട്ട് അഞ്ഞുവന്നും ദേവ അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തി. എന്നെ വിട്ടേ. ദേവ ഒരിക്കൽ കൂടി അവളെ തല്ലാനൊരുങ്ങിയതും കാർത്തി അവൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തി. അവർക്ക് പറയാനുള്ള കേട്ടിട്ടാവാം ഇനി തല്ലുന്നത്. ദേവിയുടെ പെരുമാറ്റം അവർക്ക് 4 പേർക്ക് മുമ്പിൽ കാണുന്നത് വിശ്വസിക്കാൻ കഴിയുന്നപ്പുറം വല്ലാത്ത ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. മഹാ, നീ ആരെയും പേടിക്കേണ്ട, സത്യം പറഞ്ഞു. ആരൊക്കെ നിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങൾ 4 പേരും കാണും. അവിടെ തോട്ടിത്തട്ടി കാർത്തി പറയുമ്പോൾ മുഖം വീഴ്ത്തി നോക്കി മഹ. താര പറയരുതെന്ന അർത്ഥത്തിൽ തലയനക്കി. താരച്ചി ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചേച്ചിയമ്മ, കൊച്ചച്ഛൻ, അവരെയൊക്കെ തകർത്ത് സത്യം പറഞ്ഞാൽ ഈ നിമിഷം നിസ്സഹായയായി കാർത്തിയെ നോക്കി. എന്താടി അതിന്? അവൾക്ക് പറയാൻ സത്യമുണ്ടായിട്ട് വേണ്ടേ? എൻ്റെ കുഞ്ഞിൻ്റെ നല്ലൊരു ദിവസം നശിപ്പിക്കാൻ എണ്ണം കെട്ടവൾ. മാലതിയോളെ പ്രാകുന്ന പോലെ പറഞ്ഞതും സത്യം പറയാൻ കഴിയാതെ തീർത്തും നിസ്സഹായയായിപ്പോയി മഹ. കാണുന്ന കാഴ്ചയിൽ നിന്ന് സച്ചിക്ക് ഒന്ന് മനസ്സിലായി. എല്ലാം കൈവിട്ട് പോയെന്ന്. താൻ വിശ്വസിച്ചു വന്നവൾ മൗനിയായി നിൽക്കുന്നു. പേടിച്ചിട്ടാവും. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ചിന്തിക്കാത്ത പലതും നടക്കും. ഞാൻ പറയാം.
താരയും ഞാനും പ്രണയത്തിലാണ്. എൻ്റെ കൂടെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് കൂട്ടാൻ വന്നത്. ഇതാണ് സത്യം. സച്ചി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്നവരെ നോക്കി. ഇല്ല, നുണയാ, ഇയാൾ നുണ പറയുക. ആ നിമിഷം തന്നെ താരയുടെ ശബ്ദം ഉയരുമ്പോൾ പരാജിതനെ പോലെ നോക്കി സച്ചി അവിടെ. താൻ കേട്ട തെറ്റിപ്പോയോ എന്ന് പോലും തോന്നി. താര അങ്ങനെ പറഞ്ഞപ്പോൾ നേരത്തെ ഒരു ആശ്വാസം തോന്നി മഹയ്ക്ക്. ഇയാളും മഹായും തമ്മിലാണ് ഇഷ്ടം. ഇവളത് പറഞ്ഞിരുന്നു എന്നോട്. ഇവൾക്ക് ഇയാളെ ഒത്തിരി ഇഷ്ടമാണെന്ന്. താരയുടെ ശബ്ദം ഒരിക്കൽ കൂടി ഉയരുമ്പോൾ തന്നെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള കുരുക്ക് മുറുകുന്നത് അറിയാതെ കേട്ട വാർത്തയിൽ സ്തംഭിതയായി നിന്നു മഹാ. കൊള്ളാം പെണ്ണ്, ജന്മഗുണം കാണിച്ചു. മാലതി പറയുമ്പോൾ ആ ഒച്ചയിലും ബഹളത്തിലും മുങ്ങിപ്പോയി ആ വാക്കുകളെങ്കിലും ഒരു ഹൃദയം തകരാൻ അത് മതിയായിരുന്നു. തുടരും കേട്ടോ. അടുത്ത 13ാമത്തെ പാർട്ട് ഞാൻ നാളെ ഇടാമേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.